കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വചനങ്ങൾ. സുഖം പ്രാപിച്ച ആ മനുഷ്യനോട് യഹൂദർ പറഞ്ഞു, ഇന്ന് സാബത്താകയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ്. അവൻ മറുപടി പറഞ്ഞു, എന്നെ സുഖപ്പെടുത്തിയവൻ നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, കിടക്കയെടുത്ത് നടക്കുക എന്ന് നിന്നോട് പറഞ്ഞവൻ ആരാണ്? അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തിൽ യേശു മറന്നു കഴിഞ്ഞിരുന്നതിനാൽ അവൻ ആരാണെന്ന് സുഖം പ്രാപിച്ചവൻ അറിഞ്ഞിരുന്നില്ല. ഈ പറയുന്ന വ്യക്തികൾ വചനം വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. ജെറമ്യ 17:21 പറയുന്നത്. കർത്താവ് ചെയ്യുന്നു, ജീവൻ വേണമെങ്കിൽ സൂക്ഷിച്ചുകൊള്ളുവേൻ. സാബത്ത് ദിനത്തിൽ നിങ്ങൾ ഭാരം വഹിക്കുകയോ ജെറുസലേം കവാടങ്ങളിലൂടെ അത് കൊണ്ടുവരികയോ ചെയ്യരുത്. ഈ വചനമാണ് ഇവർ പറയുന്നെങ്കിലും ഇവരിലുള്ള അരൂപി, കുറ്റാരോപണത്തിന്റെ അരൂപിയാണ് ഇവരിൽ വർക്ക് ചെയ്യുന്നത്. ഈ ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ആത്മീയമായിട്ട് മനസ്സിലാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. വെളിപാട് 12:10. വെളിപാട് 12:10. സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറഞ്ഞു ഞാൻ കേട്ടു, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തന്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപ്പകൽ ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്തിരുന്നു വലിച്ചെറിയപ്പെട്ടു. സക്രിയ 3:1. പ്രധാന പുരോഹിതനായ ജോഷുവ കർത്താവിന്റെ ദൂതന്റെ മുൻപിൽ നിൽക്കുന്നതും സാത്താൻ അവനിൽ കുറ്റം ആരോപിക്കാൻ അവന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും അവിടുന്ന് കാണിച്ചു തന്നു. ജെറമ്യ 18:18. അപ്പോൾ അവർ പറഞ്ഞു, വരുവേൻ, നമുക്ക് ജെറമ്യാക്കെതിരെ ഗൂഢാലോചന നടത്താം. എന്തെന്നാൽ പുരോഹിതനിൽ നിന്ന് നിയമോപദേശവും ജ്ഞാനിയിൽ നിന്ന് ആലോചനയും പ്രവാചകനിൽ നിന്ന് വചനവും നശിച്ചു പോവുകയില്ല. വരുവേൻ, നമുക്ക് അവനെ നാവ് കൊണ്ട് തകർക്കാം, അവന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുകയും വേണ്ട. ഈ പറയുന്ന വ്യക്തികള് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 4-ാം വചനത്തിൽ പറയുന്നു. അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വെച്ചു കൊടുക്കുന്നു, സഹായിക്കാൻ ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകുന്നുമില്ല. സഹായിക്കാൻ സന്നദ്ധയില്ല എന്ന് പറയുന്നത് സ്നേഹരാഹിത്യമാണ്. ദൈവിക സ്നേഹരാഹിത്യത്തിൽ നിന്നാണ് എപ്പോഴും കുറ്റാരോപണം ഉണ്ടാകുക. ഇതാണ് ഇതിന്റെ അടിസ്ഥാനം. ഇനി ഇത് എങ്ങനെയാണ് പ്രകടമാകുന്നത്? അത് ആദ്യം നമ്മള് തന്നെ ഉണ്ടാകുന്നത് ദൈവത്തിനെതിരായിട്ടാണ് ആദ്യത്തെ കുറ്റാരോപണം വരുന്നത്. പിന്നെ മറ്റുള്ളവരോട്, അതിനുശേഷം സ്വയം. ഈ 3 തലത്തിൽ വരും. ആദ്യം ദൈവത്തിനെതിരാ എങ്ങനെയാണ് പോകുന്നത്? റോമ 9:20. ദൈവത്തോട് വാഗ്വാദം നടത്താൻ മനുഷ്യ, നീ ആരാണ്? നീ എന്തിനാണ് എന്നെ ഈ വിധത്തിൽ നിർമ്മിച്ചത് എന്ന് പാത്രം കുശവനോട് ചോദിക്കുമോ? മറ്റുള്ളവരെ എങ്ങനെയാണ്? അത് ഉൽപ്പത്തി 3:12. അവൻ പറഞ്ഞു, അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിന്റെ പഴം എനിക്ക് തന്നു, ഞാൻ അത് തിന്നു. രക്ഷാകരമായ പശ്ചാത്താപം ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മളോട് തന്നെ നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്. അത് 2 കൊറിന്തോസ് 7:10. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു. അതിൽ ഖേദത്തിന് അവകാശമില്ല. എന്നാൽ ലൗകികമായ ദുഃഖം മരണത്തിലേക്ക് നയിക്കുന്നു. ലൗകികമായ ദുഃഖം ഉണ്ടായത് യൂദാസനാണ്. രക്ഷാകരമായ പശ്ചാത്താപം ഉണ്ടായത് പത്രോസ്ലീഹായ്ക്കാണ്. മത്തായി 27:3 മുതൽ 5 വരെയുള്ള വചനം. അവനെ ഒറ്റിക്കൊടുത്ത യൂദാസ് അവൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ പശ്ചാത്തപിച്ച് ആ 30 വെള്ളി നാണയങ്ങൾ പ്രധാന പുരോഹിതന്മാരെയും പ്രമാണിമാരെയും ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു. അവർ അവനോട് പറഞ്ഞു, അതിന് ഞങ്ങൾക്കെന്ത്? അത് നിന്റെ കാര്യമാണ്. വെള്ളി നാണയങ്ങൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ പോയി കെട്ടിഞ്ഞാന്ന് ചത്തു. ഇത്
കുമ്പസാര ശുശ്രൂഷയില് ഈ അരൂപികളെ പലപ്പോഴും തിരിച്ചു കാണാൻ സാധിക്കും. നമ്മൾ പല കുമ്പസാരത്തിലും ഏറ്റുപറഞ്ഞ കാര്യങ്ങള് വീണ്ടും വീണ്ടും ഏറ്റുപറയുക. അപ്പോ ശരിക്കും ഈശോ ക്ഷമിച്ച കാരുണ്യത്തെ വിശ്വസിക്കുന്നില്ല എന്നല്ലേ അത് തെളിവാക്കുന്നത്. നമ്മൾ അനുദപിച്ച് ഈശോയുടെ സന്നിധിയില് ഉദാശയിലൂടെ പാപം ഏറ്റുപറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായി ദൈവ പുസ്തകത്തിൽ അത് മാറ്റപ്പെട്ടിരിക്കുകയാണ്. വീണ്ടും വീണ്ടും പഴയ നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ അത് ആരാണ് ചെയ്യിപ്പിക്കുന്നത്? ആ സ്വരം ആരുടെയാണ്? ബോധത്തിലേക്ക് നയിക്കുന്ന സ്വരം ആരുടെ? അത് പിശാചിൻ്റെതാണ്. എപ്പോഴും തിരിക്കണം. ഇതൊരു സ്വരമാണ്. ഈ കുറ്റാരോപണം എന്ന് പറയുന്നത് ആന്തരികമായൊരു സ്വരമാണ്. ആ സ്വരം ദൈവത്തോടും മനുഷ്യരോടും നമ്മളോട് തന്നെ സ്നേഹരാഹിത്യത്തിൽ നിന്ന് വരുന്നതാണ്. സ്നേഹം ഉദാശയിലൂടെ അനുഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മുൻപോട്ടാണ് നോക്കേണ്ടത്. ഈശോ എങ്ങനെയാണ് കുറ്റാരോപണം? ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കുറ്റാരോപണം നേരിട്ട വ്യക്തിയാണ്, കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്, ഇനി നേരിടാൻ പോകുന്ന ഒരു വ്യക്തിയാണ്. നേരിട്ടതും നേരിടുന്നതും നേരിടാനിരിക്കുന്നതും യേശു മാത്രമാണ്. ആ ഇരിക്കുന്ന ഈശോയേക്കാൾ കൂടുതലായിട്ട് ആരും ഒരു കുറ്റാരോപണം നേരിടാനും പോകുന്നില്ല. ഈശോ എങ്ങനെയാണ് കുറ്റാരോപണങ്ങളെ അതിജീവിച്ചത്? 6 തരത്തിലാണ് ഈശോ കുറ്റാരോപണങ്ങളെ അതിജീവിച്ചത്. കുറ്റാരോപണമാകുമ്പോൾ ഈശോ ചില ചോദ്യങ്ങൾ ചോദിക്കും. ആദ്യമേ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വചനം വായിക്കാം. യേശു തോണിയിൽ കയറി കടൽ കടന്ന് സ്വന്തം പട്ടണത്തിലെത്തി. അവർ ഒരു തളർവാദ രോഗിയെ ശയ്യയോടെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവരുടെ വിശ്വാസം കണ്ട് അവൻ തളർവാദ രോഗിയോട് അരുളി ചെയ്തു, മകനെ, ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നിയമജ്ഞരിൽ ചിലർ പരസ്പരം പറഞ്ഞു, ഇവൻ ദൈവദൂഷണം പറയുന്നു. അവരുടെ വിചാരങ്ങൾ ഗ്രഹിച്ച യേശു ചോദിച്ചു, നിങ്ങൾ ഹൃദയത്തിൽ തിന്മ വിചാരിക്കുന്നതെന്ത്? ഏതാണ് എളുപ്പം, എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ? ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനാണിത്. അനന്തരം അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ ശയ്യയും എടുത്ത് വീട്ടിലേക്ക് പോവുക. അവൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി. ഇത് കണ്ട് ജനക്കൂട്ടം ഭയചകിതരായി. മനുഷ്യർക്ക് ഇത്തരം അധികാരം നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്തി. മത്തായി 9:15. മത്തായി 9:15. അവൻ അവരോട് പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴർക്ക് ദുഃഖമാചരിക്കാനാവുമോ? മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും, അപ്പോൾ അവർ ഉപവസിക്കും. മത്തായി 12:3 മുതൽ 5 വരെ. മത്തായി 12:3 മുതൽ 5 വരെ. അവൻ പറഞ്ഞു, വിശന്നപ്പോൾ ദാവീദും അനുചരന്മാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവൻ ദൈവഭവനത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ തനിക്കോ സഹചരന്മാർക്കോ ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിച്ചതെങ്ങനെ? അല്ലെങ്കിൽ സാബത്ത് ദിവസം ദേവാലയത്തിലെ പുരോഹിതന്മാർ സാബത്ത് ലംഘിക്കുകയും അതേസമയം കുറ്റമറ്റവരായിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ നിയമത്തിൽ വായിച്ചിട്ടില്ലേ? മത്തായി 12:26 മുതൽ 29 വരെ. മത്തായി 12:26 മുതൽ. സാത്താനെ ബഹിഷ്കരിക്കുന്നെങ്കിൽ അവൻ തനിക്കെതിരായി തന്നെ ഭിന്നിക്കുകയാണ്. ആ സ്ഥിതിക്ക് അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ബെൽസെബൂലിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ ആരെ കൊണ്ടാണ് അവയെ ബഹിഷ്കരിക്കുന്നത്? അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധികർത്താക്കളായിരിക്കും. എന്നാൽ ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അഥവാ ശക്തനായ ഒരു മനുഷ്യന്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യാൻ ആദ്യം തന്നെ അവനെ ബന്ധിക്കാതെ സാധിക്കുമോ? ബന്ധിച്ചാൽ കവർച്ച ചെയ്യാൻ കഴിയും. മത്തായി 21:16. മത്തായി 21:16. അവർ അവനോട് പറഞ്ഞു, ഇവരെന്താണ് പറയുന്നതെന്ന് നീ കേൾക്കുന്നില്ലേ? യേശു പ്രതികരിച്ചു, ഉവ്വ്, ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും അധരങ്ങളിൽ നീ സ്തുതി ഒരുക്കിയെന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ? മത്തായി 26:10. യേശു ഇത് ഗ്രഹിച്ച് അവരോട് പറഞ്ഞു,
എന്തിനു നിങ്ങൾ ഈ സ്ത്രീയെ വിഷമിപ്പിക്കുന്നു? ഇവൾ എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു. ഇത് ചോദിക്കാൻ ഒരു ദൈവികമായ കൃപ നമുക്ക് നൽകപ്പെടുമെങ്കിൽ മാത്രമാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമുക്ക് കുറ്റാരോപണത്തിന് മുമ്പിൽ വെക്കാൻ പറ്റുള്ളൂ. അത് ലൂക്ക 21:15 കൃപയാണ്. എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതുര്യവും ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും. അങ്ങനെയെങ്കിലാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും. മാനുഷിക ചോദ്യങ്ങളല്ല, ദൈവിക ചോദ്യം. കുറ്റാരോപണമോ. ഈ രണ്ടാമത്തെ ഒരു തലം ഈശോ ചെയ്യുന്നത് സമാനതകള്, പഴഞ്ചൊല്ല്, ഉപമകള് പറഞ്ഞാണ് കുറ്റാരോപണത്തെ നേരിട്ടത്. 9:12. ഇത് കേട്ട് അവൻ പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. മത്തായി 12:25. അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കിയ യേശു അവരോട് പറഞ്ഞു, അന്തഃഛിദ്രമുള്ള ഏത് രാജ്യവും നശിച്ചു പോകും, അന്തഃഛിദ്രമുള്ള നഗരമോ ഭവനമോ നിലനിൽക്കുകയില്ല. മൂന്നാമത് ഈശോ ഇതിനെ നേരിടുന്നത് ചില കാര്യങ്ങൾ വളരെ ശക്തമായി അപലപിച്ചുകൊണ്ടാണ്. മത്തായി 12:34. അണലി സന്തതികളെ, ദുഷ്ടരായിരിക്കെ നല്ല കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. മത്തായി 12:39. അവൻ മറുപടി പറഞ്ഞു, ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു. മത്തായി 15:14. മത്തായി 15:14. അവരെ വിട്ടേക്കൂ, അവർ അന്ധരെ നയിക്കുന്ന അന്ധരാണ്. അന്ധൻ അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. മത്തായി 23:27-28. മത്തായി 23:27-28. കപടനാട്ടുകാരായ നിയമജ്ഞരെ, ഫരിസയരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശരാണ്. അവ പുറമേ മനോഹരമായി കാണപ്പെടുന്നെങ്കിലും അവയ്ക്കുള്ളിൽ മരിച്ചവരുടെ അസ്ഥികളും സർവ്വവിധ മാലിന്യങ്ങളും നിറഞ്ഞിടക്കുന്നു. അതുപോലെ ബാഹ്യമായി മനുഷ്യർക്ക് നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾ ഉള്ളിൽ കാപട്യവും അനീതിയും നിറഞ്ഞവരാണ്. ചില സമയങ്ങളിൽ യേശു കുറ്റാരോപണത്തെ അതിജീവിച്ചത് വചനത്തിലൂടെയാണ്. മത്തായി 9:12-13. മത്തായി 9:12-13. ഇത് കേട്ട് അവൻ പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. ഇത് ഈശോ പറഞ്ഞത് ഹോസിയ 6:6 കോട്ട് ചെയ്തുകൊണ്ടാണ്. ഹോസിയ 6:6. ബലിയല്ല സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ദഹന ബലികളല്ല ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം. മത്തായി 21:16. അവർ അവനോട് പറഞ്ഞു, ഇവരെന്താണ് പറയുന്നതെന്ന് നീ കേൾക്കുന്നില്ലേ? യേശു പ്രതിവചിച്ചു, ഉവ്, ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും അധരങ്ങളിൽ നീ സ്തുതി ഒരുക്കിയെന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ? അത് ഈശോ പറഞ്ഞ സങ്കീർത്തനം 8:2 നിന്നാണ്. ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ അവിടുന്ന് ശിശുക്കളുടെയും മുലകുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കെട്ടി. ഇനി ഈശോ നേരിടുന്ന വേറൊരു രീതി ഈ സ്ഥലത്തിൽ നിന്ന് തന്നെ വിട്ടുപോകുന്നതാണ്. മത്തായി 16:4 ഇന്ന് വായിച്ച സുവിശേഷ ഭാഗത്തില് യോഹന്നാൻ 5:13 നമ്മൾ കാണുന്നു. മത്തായി 16:4. ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു. യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും അതിന് നൽകപ്പെടുകയില്ല. അനന്തരം അവൻ അവരെ വിട്ടുപോയി. യോഹന്നാൻ 5:13. അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തിൽ യേശു മറന്നു കഴിഞ്ഞിരുന്നതിനാൽ അവൻ ആരാണെന്ന് സുഖം പ്രാപിച്ചവൻ അറിഞ്ഞിരുന്നില്ല. മത്തായി 21:17. അനന്തരം അവൻ അവരെ വിട്ട് നഗരത്തിൽ നിന്ന് ബഥാനിയായിലേക്ക് പോയി അവിടെ താമസിച്ചു. ഇനി ആറാമത്തെ ഒരു രീതി ഈശോ കുറ്റാരോപണത്തെ നേരിട്ടത്
നിശബ്ദത പാലിച്ചു എന്നുള്ളതാണ്. മത്തായി 26 62 63. പ്രധാന പുരോഹിതൻ എഴുന്നേറ്റ് നിന്ന് അവനോട് ചോദിച്ചു, നിനക്ക് മറുപടിയില്ലേ? ഇവർ നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തുന്നത് എന്ത്? യേശുവാകട്ടെ നിശബ്ദനായിരുന്നു. അപ്പോൾ പ്രധാന പുരോഹിതൻ അവനോട് പറഞ്ഞു, ജീവിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ ആണയിട്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, നീ ദൈവപുത്രനായ ക്രിസ്തുവാണോ എന്ന് ഞങ്ങളോട് പറയുക. മത്തായി 27:12. മത്തായി 27:12. മത്തായി 27:12. പ്രധാന പുരോഹിതന്മാരും പ്രമാണികളും അവന്റെ മേൽ കുറ്റം ആരോപിച്ചപ്പോൾ അവൻ ഒരു മറുപടിയും പറഞ്ഞില്ല. മത്തായി 27:13-14. പീലാത്തോസ് വീണ്ടും ചോദിച്ചു, അവർ എന്തെല്ലാം കാര്യങ്ങൾ നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് നീ കേൾക്കുന്നില്ലേ? എന്നാൽ അവൻ ഒരു ആരോപണത്തിനു പോലും മറുപടി പറഞ്ഞില്ല. തന്നിമിത്തം ദേശാധിപതിയെ അത്യധികം ആശ്ചര്യപ്പെട്ടു. ഇങ്ങനെയാണ് ഈശോ കുറ്റാരോപണത്തെ അതിജീവിച്ചത്. ഈ കൃപകൾക്ക് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. വാക്ചാതുര്യം ലഭിക്കാനും സമാനതകളും പഴഞ്ചൊല്ലുകളും ഉപമകളും ദൈവം തന്നിട്ടുള്ളത്, അതുപോലെ തന്നെ അപലപിക്കേണ്ടത് ദൈവികമായ ദൗത്യമാണ്. വിശേഷത്തിലെ സത്യങ്ങൾ മായം ചേർക്കാതെ പറയാനും ചില സ്ഥലങ്ങളിൽ നിന്ന് തർക്കങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും ശ്രദ്ധ പാലിക്കാനുള്ള കൃപയിലൂടെ നമുക്ക് വരുന്ന കുറ്റാരോപണത്തെ അതിജീവിക്കാൻ. പ്രൈസ് ദി ലോർഡ്. Praise the Lord.